മുഖ്യമന്ത്രി പരസ്യമായി തള്ളിപ്പറഞ്ഞതോടെ PV അൻവറിന്റെ അടുത്ത നീക്കം എന്താകുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. അൻവറിന്റെ പശ്ചാത്തലം ഇടത് പശ്ചാത്തലമല്ലെന്നും അൻവർ വന്ന വഴി കോൺഗ്രസിന്റേതാണെന്നും വ്യക്തമാക്കിയ മുഖ്യമന്ത്രി അൻവറിനെ തള്ളിയും P. ശശിയെ സംരക്ഷിച്ചുമായിരുന്നു ഇന്നലെ മാധ്യമങ്ങളെ കണ്ടത്. വിവരങ്ങളുമായി CV അനുമോദ് നമുക്കൊപ്പം ചേരുകയാണ് മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഇന്നലെ PV അൻവറിനേറ്റ അടി അത് ചെറുതൊന്നുമല്ല, പൂർണ്ണമായും തള്ളിക്കളയുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വന്നത്. ഇത് അൻവറിനെതിരെ നിൽക്കുന്നവർക്ക് കൂടുതൽ ബലം നൽകുന്നതാണ്. ഇനി അൻവർ കൂടുതൽ പരുങ്ങലിലാകുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അൻവറിന്റെ നീക്കങ്ങൾ ഏത് തരത്തിലാകും എന്നുള്ളതാണ്. എന്താണ് അനുമോദിന് പറയാനുള്ളത്? ഗുഡ് മോർണിംഗ് ആര്യ. ഗുഡ് മോർണിംഗ് കൃഷ്ണേന്ദു. നമുക്കറിയാം PV അൻവറിന്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി തന്റെ ആരോപണങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടും അദ്ദേഹം മുൻപെടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ മുൻപത്തേക്കാളൊക്കെ കടന്നാക്രമിക്കുന്ന തരത്തിൽ അൻവർ ചില ഘട്ടങ്ങളിലൊക്കെ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. പ്രത്യേകിച്ച് എന്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഇതെല്ലാം പറയേണ്ടി വന്നു, പാർട്ടിയുടെ രീതി അങ്ങനെയല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ താൻ നൽകിയ പരാതികളൊക്കെ അവിടെ കൃത്യമായി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ പുസ്തകമാക്കാൻ തക്കവണ്ണം ഉണ്ട് പാർട്ടിക്ക് നൽകിയ പരാതികൾ. അതിലൊന്നും ഒരു നടപടിയും എടുക്കാത്ത സാഹചര്യത്തിൽ പാർട്ടി സംവിധാനത്തിൽ ഇത് അറിയിച്ച് നടപടി ഉണ്ടാകില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു പറഞ്ഞത് എന്ന് അൻവർ പറയുമ്പോൾ അത് എതിരാളികൾക്ക് ഒരു രാഷ്ട്രീയ ആയുധം വിട്ട് നൽകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഇന്നലെ തന്നെ VT ബൽറാമിന്റെ ഫേസ്ബുക്കിലെ പോസ്റ്റിൽ അത് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു. അതായത് പാർട്ടിയിൽ പലവട്ടം അൻവർ ഇത് ഉന്നയിച്ചിട്ടും പാർട്ടി വേണ്ട പോലെ പരിഗണിക്കുന്നില്ല എന്ന അൻവറിന്റെ ആരോപണം, അതായത് പാർലമെന്ററി രീതികൾക്കപ്പുറത്തേക്ക് താൻ മാധ്യമങ്ങളോട് ഇതെല്ലാം തുറന്നു പറയേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചത് പാർട്ടി തന്നെയാണെന്ന് അൻവർ പറയുമ്പോൾ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ അൻവറിനുണ്ട് എന്ന് അൻവർ അവകാശപ്പെടുമ്പോൾ ഇത് എങ്ങനെ എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവർ ഉപയോഗിക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഒന്നാമത് അൻവർ കണ്ണൂരിലെ സഖാക്കളുടെ ശബ്ദ സന്ദേശമടക്കം തന്റെ കൈവശമുണ്ടെന്ന് പറഞ്ഞു മൊബൈൽ ഫോൺ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് പാർട്ടിയിലെ ഒരു വിഭാഗം തനിക്കൊപ്പമുണ്ടെന്ന് അവകാശപ്പെട്ടത്. പാർട്ടി നേതൃത്വമല്ല, സാധാരണക്കാരായ ജനങ്ങളാണ് പാർട്ടി. അതുകൊണ്ട് തന്നെ താൻ ഒറ്റയ്ക്കല്ല എന്ന അദ്ദേഹം നേതാക്കളെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. എന്താണെങ്കിലും അൻവർ ഇനി ഒരു പരസ്യ പ്രതികരണത്തിന് ഇനി എപ്പോൾ തയ്യാറാകുമെന്നറിയില്ല. കൃത്യമായി അൻവർ ഉദ്ദേശിച്ച തരത്തിലേക്ക് കാര്യങ്ങൾ എത്താത്തതിന്റെ നിരാശ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കാരണം പാർട്ടിയിൽ നിന്നുള്ള പ്രതികരണം മുഖ്യമന്ത്രി തള്ളി പറഞ്ഞാലും പാർട്ടിയിലെ ഒരു വിഭാഗം അദ്ദേഹത്തിനൊപ്പം നിൽക്കുമോ, പാർട്ടി നേതൃത്വത്തിന്റെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കിനി അറിയേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ എന്താണ് രാഷ്ട്രീയ എതിർചേരിയുള്ളവർക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്, അല്ലെങ്കിൽ അവർ അൻവറിന്റെ വാക്കുകൾ മുഖ്യമന്ത്രിക്കെതിരെ ഇടതുപക്ഷത്തിനെതിരെ ആയുധമാക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്താണെങ്കിലും അൻവർ ഈ മുഖ്യമന്ത്രി അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞെങ്കിലും താൻ ഉന്നയിച്ച കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന നിലപാട് ആവർത്തിക്കുന്നതായിരുന്നു അൻവറിന്റെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം. നമുക്കിന്ന് കണ്ടറിയേണ്ടത് അൻവറിന്റെ വാക്കുകളോടുള്ള രാഷ്ട്രീയ കേരളത്തിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അനുമോദ, എന്തായാലും മുഖ്യമന്ത്രി ഇന്നലെ അങ്ങനെ ഒരു സന്ദേശമാണ് നൽകിയത്. അതായത് അൻവറിനെ തള്ളിക്കളയണം എന്നുള്ളത്, അത് അണികൾ ഏറ്റെടുക്കും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അങ്ങനെയെങ്കിൽ അൻവർ ഇനിയുള്ള നീക്കം അത് ഏത് തരത്തിൽ കൊണ്ടുപോകുമെന്നുള്ളത് ഇതിനോടകം തന്നെ ചർച്ചയാകുന്നുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകർ മുന്നണി വിടും അൻവർ എന്ന തരത്തിൽ പോലും ആലോചിക്കുന്നുണ്ട്, അല്ലേ, നിരീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും അത് അൻവറിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനെ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഈ തള്ളിപ്പറച്ചിൽ ഒരു പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അൻവർ ഒരിക്കലും ഇടതുപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയല്ല ഈ ജയിച്ചു കയറിയിട്ടുള്ളത്. നിലമ്പൂരിൽ അൻവർ ജയിച്ചതൊക്കെ അൻവറിന്റെ സ്വന്തം കഴിവുകൊണ്ട് കൂടിയാണ്. അതായത് എവിടെ നിന്നാലും അൻവറിന് സ്വന്തമായിട്ടൊരു അണികളെ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്, അദ്ദേഹത്തിന് വിശ്വസ്തരായ അണികളുമുണ്ട്. സ്വാഭാവികമായിട്ടും അൻവറിനെ ഇടതുപക്ഷം പൂർണ്ണമായിട്ടും തള്ളിപ്പറയുമ്പോഴും അൻവറിന്റെ ഈ ഒരു ശേഷിയെ അവർക്ക് ഒരുപക്ഷെ അൻവർ എതിർത്താൽ അത് ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിലമ്പൂർ മേഖലയിൽ 2 തവണ, അതായത് കോൺഗ്രസിന്റെ ഒരു കോട്ടയായിരുന്ന ആ നിലമ്പൂർ സീറ്റിൽ 2 തവണ ജയിച്ചു കയറി അവിടെ തൻ്റെതായ ഒരു ഇടം ഉറപ്പിക്കുവാനും സൈബർ ഇടങ്ങളിൽ ഇടതുപക്ഷ അണികളിൽ തന്നെ താൻ ഒരു
സ്വതന്ത്രനായിട്ട് പോലും ഒരു സഖാവ് എന്ന ലേബലിൽ വളരുവാനും ഇടതുപക്ഷത്തിൻ്റെ നാവായി മാറുവാനും ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുമ്പോൾ അവർക്കെതിരെ ഒരു മയവും കൂടാതെ തിരിച്ചടിക്കുന്ന തരത്തിലേക്ക് അൻവർ മാറിയപ്പോൾ നിലമ്പൂരിനപ്പുറത്തേക്ക് അൻവറിൻ്റെ ആ ഒരു വിശ്വാസ്യത അല്ലെങ്കിൽ അൻവറിൻ്റെ ഖ്യാതി വളരുന്ന സാഹചര്യം, സാധാരണക്കാരായ അണികൾ അൻവറിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുക എന്നത് നിലമ്പൂരിൽ മാത്രം ഉണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി ആവില്ല എന്ന ഒരു വിലയിരുത്തൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിനുണ്ട്. രണ്ടാമതായിട്ട് അൻവർ ഉന്നയിക്കുന്ന കാര്യങ്ങളൊക്കെ പാർട്ടിയിലെ സാധാരണക്കാരായ അണികൾക്ക് വേണ്ടിയാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല പി ശശിക്കെതിരെ അല്ലാതെ മറ്റൊരു നേതാവിനെ അദ്ദേഹം പ്രതിസന്ധിയിലാക്കിയിട്ടില്ല വാക്കുകൊണ്ടുപോലും. സ്വാഭാവികമായിട്ടും പാർട്ടി നേതൃത്വത്തിന് അൻവർ പറയുന്നത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും പാർട്ടിയിലെ വലിയ ഒരു വിഭാഗം അണികൾ, സാധാരണക്കാർ അൻവറിൻ്റെ കൂടെ ഉണ്ട് എന്നൊരു പ്രതീതി അൻവറുണ്ട്. ആ വിശ്വാസം തന്നെയാണ് അൻവറിനെ മുന്നോട്ട് ഇപ്പോഴും നടത്തുവാൻ പ്രേരിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ ഒരുപക്ഷെ അൻവർ സ്വതന്ത്രനായിട്ട് നിന്നാൽ പോലും, ഇടതുപക്ഷത്തിന് പിന്തുണയില്ലാതെ നിന്നാൽ പോലും അൻവറിനൊപ്പം നിൽക്കുവാൻ ഇടതുപക്ഷത്തിലെ ഒരു വലിയൊരു വിഭാഗം ഉണ്ടാകുമെന്നൊരു കണക്കൂട്ടൽ അൻവറിനുണ്ട്. അത് മറ്റിടങ്ങളിലേക്ക്, നിലമ്പൂരിനപ്പുറത്തേക്ക് മറ്റു മണ്ഡലങ്ങളിലേക്ക് വ്യാപിക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ എന്തായാലും ഏറെ ദീർഘവീക്ഷണത്തോടെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന കാര്യമല്ല. അത് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ആര്യ. തീർച്ചയായും. CV അനുമോദാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.